വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ദിയയിരിക്കും. മുഖത്ത് പാടി വരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല. ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് ദിയ തിരഞ്ഞെടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കാൻ യഥേഷ്ട മോഡലുകൾ, എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ്, ഏറ്റവും കുറഞ്ഞ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. മട്ടാഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന വായനാ ദിനാചരണം മുൻ MLA ജോൺ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു. മട്ടാഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന വായനാ പക്ഷാചരണ പരിപാടിയുടെ ഉദ്ഘാടനം മുൻ MLA ജോൺ ഫെർണാണ്ടസ് നിർവഹിച്ചു. എനിക്ക് വർത്തമാനം പറയാൻ PTC കോഴ്സിലും B.Ed കോഴ്സിലും ഒക്കെ അത് സംബന്ധിച്ചുള്ള പഠനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലേ. എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ, അതായത് ആശയ വിനിമയം, ഈ ആശയവിനിമയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആശയവിനിമയത്തിലുണ്ടാകുന്ന അകൽച്ചയാണ് അമ്മയും മകനും തമ്മിലുണ്ടാകുന്ന ഇടർച്ചയുടെയും അച്ഛനും മകളും തമ്മിലുണ്ടാകുന്ന ഇടർച്ചയുടെയും ഗുരുവും ശിഷ്യനും തമ്മിലുണ്ടാകുന്ന അകൽച്ചയുടെയും എല്ലാം കാരണം എന്ത് എന്ന് ചോദിച്ചാൽ എന്താണ് ഈ ആശയ വിനിമയത്തിൽ സംഭവിക്കുന്ന ഇടർച്ചയാണ്. ഞാൻ ഈ ഒന്നാമത്തെ വരിയിലിരിക്കുന്ന ഒന്നാമത്തെ കുട്ടി, മോളുടെ പേരെന്താ? കുമാരി സ്വാലിഹ, KS ഹൈബ ഫാത്തിമ, ഐറ ഫാത്തിമ, സമിയ എന്നിവർ ചടങ്ങിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. പ്രധാന അധ്യാപിക സ്മിത ഭാസ്കരൻ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. PTA പ്രസിഡന്റ് KB സലാം അധ്യക്ഷത വഹിച്ചു. വായനാ ദിന പ്രതിജ്ഞയ്ക്ക് കുമാരി ആൽഫിയ KA നേതൃത്വം നൽകി. കൊച്ചി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി S സന്തോഷ് കുമാർ, സാരസ്വത് അസോസിയേഷൻ ലൈബ്രറി പ്രസിഡന്റ് പ്രൊഫസർ G മോഹനറാവു, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ KJ ഓമന, സാരസ്വത് അസോസിയേഷൻ ലൈബ്രറി സെക്രട്ടറി B രാകേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കുമാരി ഷാദിയ KS കഥാവലോകനവും കുമാരി ലാവണ്യ SR കവിതാലാപനവും നടത്തി. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.